ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോഴേക്കും പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ എന്നും ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഇതിനുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞിരുന്നാൽ, ആ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സുകൾ, നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാവുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് വെച്ചിരുന്നാൽ ഹോട്ടൽസ്, റെസ്റ്റോറന്റ്, റിസോർട്ട് പോലുള്ള ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി മാനേജ് ചെയ്യാനുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് F&B പ്രൊഡക്ഷൻ എന്ന് വെച്ചിരുന്നാൽ കുക്കിംഗ്, F&B സർവീസ്, അതുപോലെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, കസ്റ്റമർ സർവീസ്, ഇതൊക്കെയാണ് ഈ കോഴ്സ് പഠിക്കുമ്പോഴേക്കും ഇതിൽ ഇൻക്ലൂഡ് ആയി. ഇനി ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിരുന്നാൽ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അടുത്ത ഡൗട്ട്. അത് മറ്റെങ്ങുമല്ല, ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്, എയർലൈൻ കാറ്ററിംഗ്, അതോടൊപ്പം തന്നെ നമ്മുടെ ക്രൂസ് ലൈന്, റെസ്റ്റോറൻറ്റ്സ്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രി, ഇവയൊക്കെയാണ്. അങ്ങനെ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ഷെഫോ മാനേജേഴ്സ് ലെവലോ അതോടൊപ്പം തന്നെ ഫുഡ് കൺസൾട്ടന്റോ ആയി മാറാം. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സ് എടുക്കണം? ലോകമെമ്പാടും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ, അതോടൊപ്പം തന്നെ ഗുഡ് സാലറി, ടിപ്സ്, ഒരുപാട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് കൂടി നിങ്ങൾക്ക് ഈ കോഴ്സ് വഴി കിട്ടുന്നതാണ്. അപ്പോൾ ഫുഡ്, ഹോസ്പിറ്റാലിറ്റി, കസ്റ്റമർ കെയർ സർവീസ് ഇഷ്ടമുള്ള സ്റ്റുഡൻസിന് ഹോട്ടൽ മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഹോട്ടൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നതിലേക്ക് വേണ്ടിയിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്.